നല്ല ബോധവും വിവരവുമുള്ള ഒരു സംഗണി ചേച്ചി നമ്മളെപ്പോലുള്ളവർക്ക് വിവരം പകർന്നു തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആ അമ്മായിയുടെ നല്ല വിവരമുള്ള ആ വിവരക്കേട് ഒന്ന് കേട്ടിട്ട് വരാം. കൂടെ പോരെ. എനിക്ക് എന്റെ കമന്റിലും എനിക്ക് എന്റെ മെസ്സേജിലുമായിട്ട് നിരന്തരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. രാഷ്ട്രപിതാവിനെ കൊന്ന നീയാണോടി രാജ്യത്തെ പറ്റി ചലക്കുന്നത്? അപ്പൊ മനുഷ്യന്മാർക്ക് അത്രയ്ക്കും ബോധമില്ല എന്നുള്ളതിന്റെ തെളിവ് വേറെ എന്ത് വേണം? അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചതാണ് ഈ ഒരു വീഡിയോ. അറിയുന്നവർ ഇഷ്ടമാതി ഉണ്ടാവും, അറിയുന്നവർക്കല്ല. അറിയാത്ത ഈ മണ്ടത്തരം ഇപ്പോഴും തലയിൽ കയറ്റി നടക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1948 ജാനുവരി 30 ഗാന്ധിജിയെ ഇന്ത്യൻ മഹാസഭയിലെ അംഗങ്ങളായ നാഥൂറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്തെയും കൂടി വെടിവെച്ച് കൊല്ലുന്നത്. അവർ RSSന്റെ ആളുകളല്ല, ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളാണ്. അതോടുകൂടി RSSനെ നിരോധിച്ച്, അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു RSSനെ നിരോധിച്ച്. RSSനെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടല്ല അന്ന് നിരോധിച്ചത്, RSSനെ നിരോധിച്ചു വെച്ചു. അങ്ങനെ ഇതിന്റെ അന്വേഷണം തുടങ്ങി. 1949 നവംബർ 15 ഈ ഗാന്ധിജിയെ വെടിവെച്ച 2 ആളുകളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ അവരെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഈ കോൺഗ്രസ് ഗവൺമെന്റ് തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും RSSനെ ഈ ഒരു ഗാന്ധി വധത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതേയില്ല. അവർ പല കളികളും നടത്തി നോക്കി, കഴിഞ്ഞതില്ല. ഇവർക്ക് വധശിക്ഷ കൊടുത്തതിന് ശേഷം വീണ്ടും കോൺഗ്രസ് ഗവൺമെന്റ് എന്ത് ചെയ്തു? വീണ്ടും അത് ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിക്ക് കൈമാറി. ജസ്റ്റിസ് ജയൽ ഖബൂൺ കമ്മീഷനെ ഇന്ത്യൻ ഗവൺമെന്റ് വീണ്ടും ചുമതലപ്പെടുത്തി. അങ്ങനെ 1969 അവർ റിപ്പോർട്ട് കൊടുത്തു. സാഹചര്യത്തിന്റെ തെളിവിലും അന്വേഷണത്തിന്റെ തെളിവിലും പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലും ദൃസാക്ഷി തെളിവുകളും എല്ലാം എടുത്തിട്ട് അവര് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. ഇതിൽ RSSന് യാതൊരു പങ്കുമില്ല എന്ന്. കോടതി പ്രകാരമോ ഔദ്യോഗികമായിട്ട് യാതൊരു പട്ടികയിലും RSSന് ഗാന്ധിജി വധവുമായി ബന്ധമുണ്ടെന്ന് ഒരു നിയമത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു മഹാസഭയും RSSുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ 1948 കേട്ടല്ലോ. ഇനി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അറിയുന്നവർ ഇഷ്ടമാതിരി ഉണ്ടാവാം, അറിയുന്നവർക്ക് വേണ്ടി അല്ലാട്ടോ. ചരിത്രം അറിയാത്ത ഈ മണ്ടത്തരങ്ങൾ ഇപ്പോഴും തലയിൽ കയറ്റി നടക്കുന്ന ഇവരെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ നാഥൂറാം വിനായക് ഗോഡ്സെ ആരായിരുന്നു? അദ്ദേഹം ഏതൊക്കെ സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നു? RSSൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നോ? ഹിന്ദു മഹാസഭയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം എന്തായിരുന്നു? ഏറ്റവും പ്രധാനമായി ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ എന്ന ഈ ചെറ്റ കണ്ടെത്തിയ കാരണം എന്തായിരുന്നു? നമുക്ക് ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. നാഥൂറാം ഗോഡ്സെ 1910 ജനിച്ചു. 1930 ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ അദ്ദേഹം സജീവമായി. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSSുമായി ബന്ധപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് അയാൾ 1934 സാഗ്ലിയിൽ RSSൽ ചേർന്നു എന്ന് ചരിത്രകാരനായ ധീരേന്ദ്ര ഖേദ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ സാഗ്ലിയിലെ RSS പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പിന്നീട് പൂനെയിലേക്ക് മാറിയതിനു ശേഷവും അദ്ദേഹം RSS പ്രവർത്തനങ്ങളിൽ സജീവമായി തുടർന്നു. ഇതൊക്കെ ചരിത്ര രേഖകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ചരിത്രം എന്താണെന്നും ചരിത്ര സത്യം എന്താണെന്നും ഒന്നും തന്നെ അംഗീകരിക്കാത്ത ഈ വിവരമുണ്ട് എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന വിവരം കെട്ടവന്മാർക്ക് മനസ്സിലാവില്ല. ഗോഡ്സെ 100% RSSൽ പ്രവർത്തിച്ചിരുന്ന പക്ക RSSകാരൻ തന്നെയാണ്. അദ്ദേഹം RSSൽ ചേർന്നത് 1932 എന്നും 1934 എന്നും വ്യത്യസ്ത രേഖകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത്? ഗോഡ്സെ തന്റെ വിചാരണയ്ക്കിടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ നിലപാടുകളെ ശക്തമായി വിമർശിച്ചു. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും വിഭജനകാലത്ത് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് ഗോഡ്സെ കരുതിയതും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളിലെ ഗാന്ധിജിയുടെ നിലപാടുകളും ഗോഡ്സെ തന്റെ എതിർപ്പിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടി. ഇവയെല്ലാം ഈ നാറിയായ ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച ന്യായീകരണങ്ങൾ മാത്രമാണ്, അല്ലാതെ അവയെല്ലാം ഗാന്ധിവധത്തെ ന്യായീകരിക്കുന്ന ചരിത്ര സത്യങ്ങളല്ല. ഇതേ നിലപാട് തന്നെയാണ് ഇവന്റെയൊക്കെ അനുയായികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. വിമർശിക്കുന്നവരെയെല്ലാം പാകിസ്ഥാനികളാക്കുന്ന അതേ നിലപാട്. അങ്ങനെ 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള ഹൌസിൽ പ്രാർത്ഥനയ്ക്കായി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ മഹാത്മാവിന്റെ മുന്നിലേക്ക് ചെകുത്താനായ ഗോഡ്സെ എത്തി വെടിവെച്ചത്. അങ്ങനെ ഗാന്ധിജി മരണപ്പെട്ടു. പിന്നീട് നടന്ന വിചാരണയിൽ നാഥൂറാം വിനായക് ഗോഡ്സെ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. 1949 നവംബർ 15 ഗോഡ്സെയെ അംബാല ജയിലിൽ വധിച്ചു. ഇതാണ് അമ്മായി ചരിത്രം. ഞാൻ വളരെ ചുരുക്കി മാത്രമാണ് പറഞ്ഞത്. ഗോഡ്സെ RSSകാരൻ തന്നെയായിരുന്നു. ചരിത്രം അറിയില്ലെങ്കിൽ പോയി പഠിച്ചിട്ട് വന്ന് സംസാരിക്കും.